മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 243 പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. രാത്രിയായതോടെ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിച്ചു. അതേസമയം ചൂരൽമലയിൽ തിരച്ചിൽ തുടരുകയാണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം രാത്രിയിലും തുടരും. നാളെയോടെ പാലം പൂർത്തിയാകുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? പ്രദേശത്തെ സാഹചര്യം, കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? ചൂരൽമലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനമാണ് നിർത്തിവെച്ചിരിക്കുന്നത്. അട്ടമലയിൽ നേരത്തെ തന്നെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് രക്ഷാദൗത്യം നിർത്തിവെച്ചിരുന്നു. എങ്കിൽ കൂടിയും ഈ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയത്തേക്ക് ബെയിലി പാലം നിർമ്മിക്കുന്ന ആ ഒരു പ്രവർത്തനം അതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് സൈന്യം എന്നുള്ളതാണ്. അത് നാളെ ഇത് വൈകുന്നേരത്തോടുകൂടി ഈ പൂർത്തിയാകും ഈ ഒരു ദൗത്യം എന്നുള്ളതാണ്. അതായത് ഈ ബെയിലി പാലം നിർമ്മാണം നാളെ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാകും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം, വയനാട് ദുരന്ത ഭൂമിയിലുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിന് നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന്റെ സാമഗ്രികളുമായി സൈന്യം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 17 ട്രക്കുകളിലായാണ് പുറപ്പെടുന്നത്. അതിന്റെ ചിത്രങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ആ ചിത്രങ്ങൾ എന്തായാലും പങ്കുവയ്ക്കാം എന്നുള്ളത് തന്നെയാണ്. ഡെസ്കിലേക്ക് പങ്കുവയ്ക്കുകയാണ്. അത് ഉടൻ തന്നെ PCR കൈമാറും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ആ ട്രക്കുകൾ പുറപ്പെടുകയാണ്, കണ്ണൂരിൽ നിന്നും പുറപ്പെടുകയാണ്. വിവിധ സാമഗ്രികളുമായുള്ള ദുരന്തഭൂമിയിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അത് അതിവേഗത്തിലാക്കുന്നതിനായുള്ള സാമഗ്രികളുമായി 17 ട്രക്കുകൾ ഇതാ കണ്ണൂരിൽ നിന്നും പുറപ്പെടുകയാണ്. മട്ടന്നൂരിലുള്ള കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നും പുറപ്പെടുന്നു. അത് ഇനി റോഡ് മാർഗമായിരിക്കും ഇവിടേക്ക് എത്തിക്കുക, മേപ്പാടിയിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് റോഡ് ആരും തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ ഇതിനൊരു കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാണ്. ഈ ഒരു ബെയിലി പാലം വരുന്നതോടുകൂടി വലിയ ഗുണമാണ് ഉണ്ടാവുക. കാരണം രക്ഷാദൗത്യത്തിന്റെ വേഗത കൂടും. പാലം നിർമ്മിക്കുന്നത് തന്നെ 190 അടി നീളത്തിലാണ്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണ്. ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമേറിയ യന്ത്രസാമഗ്രികൾ എത്തിക്കാൻ സാധിക്കും. ഇതുവഴി തന്നെ നമുക്ക് ഈ JCB അടക്കമുള്ള ഹിറ്റാച്ചി അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. ഈ പാലത്തിന് വലിയ നീളമുണ്ട്. ഇപ്പോൾ ആ പാലത്തോടനുബന്ധിച്ച് ആ പുഴയിൽ വലിയ കുത്തൊഴുക്കാണ്. അവിടെ മഴ തുടരുന്നുണ്ട്. ആ മഴയെപ്പോലും വകവെക്കാതെയാണ് സൈന്യം ഇപ്പോൾ അതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആ പുഴയിൽ വലിയൊരു കുത്തൊഴുക്കുണ്ട്. നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശങ്ങളിലുള്ള ആളുകൾ മാറി താമസിക്കണമെന്ന്, നേരത്തെ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളടക്കം ഉള്ള ആളുകൾ മാറി താമസിക്കണമെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. നാളെ ഈ റെഡ് അലർട്ട് ആണെങ്കിൽ കൂടിയും വലിയ മഴയൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ നമ്മുടെ മുണ്ടക്കൈയിലുണ്ടായ ദുരന്തത്തിൽ, മേപ്പാടിയിലെ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ചൂരൽമലയിലും അട്ടമലയിലും മുണ്ടക്കൈയിലുമായി നടന്ന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 245 ആയിരിക്കുന്നു. അതിൽ തന്നെ 96 പേരെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ ഇന്ന് കണ്ടെത്തിയ പേരിടാത്ത പിഞ്ചു കുഞ്ഞ്, ആ പിഞ്ചു കുഞ്ഞ് മുതൽ 75 വയസ്സുകാരിയായ പങ്കജാക്ഷി വരെയുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ്. അതിൽ എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ മൃതദേഹങ്ങൾ പലതും സംസ്കരിച്ചിട്ടുണ്ട്, ഇനിയും സംസ്കരിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവിടെ ഈ ദുരന്ത ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ദൗത്യം അത് എളുപ്പത്തിൽ ആക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ബെയിലി പാലം നിർമ്മാണം രാത്രിയിലും പുരോഗമിക്കുന്നത്. ആ യന്ത്ര സാമഗ്രികളുമായിട്ടുള്ള ലോറികൾ, അതായത് ട്രക്കുകൾ, 17 ട്രക്കുകൾ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. 15 ട്രക്കുകളിലായാണ് രാത്രിയോടുകൂടി ചൂരൽമലയിൽ ഇത് എത്തുക. ബംഗളൂരുവിൽ നിന്ന് കരമാർഗവും സാമഗ്രികൾ ചൂരൽമലയിൽ എത്തിച്ചിട്ടുണ്ട്. കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ VT മാത്യുവിന്റെ നേതൃത്വത്തിലാണ്
കരസേനയുടെ ഈ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നത്. കരസേനയുടെ 100 പേർ കൂടി രക്ഷാദൌത്യത്തിനായി ദുരന്തമുഖത്ത് എത്തുന്നുണ്ട്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടവർ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനാവശ്യമായ സ്നിഫർ ഡോഗുകൾ അടക്കമുള്ള സംവിധാനം, കരസേനയുടെ സ്നിഫർ ഡോഗുകൾ 3 സ്നിഫർ ഡോഗുകൾ ഇന്ന് രാത്രിയോടുകൂടി ദുരന്ത മേഖലയിലെത്തും. മീററ്റിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഇവയെ എത്തിക്കുന്നത്. എന്തായാലും നാളെയോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാകും. ഇന്ന് ഏകദേശം 90-ലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ണാടിപ്പുഴയിൽ കനത്ത ഒരു വെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ട് കണ്ണാടിപ്പുഴയിൽ. അതുകൊണ്ട് തന്നെ ചുരൽമലയിലെല്ലാം തന്നെ കനത്ത ജാഗ്രത അനിവാര്യമായ ഒരു ഘട്ടമാണ്. അപ്പോഴും ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ കര നാവിക സേനകൾ സംയുക്തമായാണ് ഇതിന്റെ നിർമ്മാണ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. അതിലാണ് റിയാസ്, ജില്ലയിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നാളത്തെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുക? അതുപോലെ തന്നെ ഏറ്റവും ദുഃഖകരം എന്ന് പറയുന്നത് മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ്. 200 കടന്നിരിക്കുന്നു. നിരവധി മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. മരണസംഖ്യ 250-ലേക്ക് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 245 ഇപ്പോൾ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്ന് വ്യക്തമാകുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ മറ്റ് സംഭവങ്ങളുമുണ്ട്. എല്ലാം കൂടി 250-ലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ സാധ്യമാകുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഈ മണ്ണിനടിയിൽ പുതഞ്ഞുപോയ ആളുകളെ കണ്ടെത്തുക. അങ്ങനെ മണ്ണിനടിയിൽപ്പെട്ട വീടുകളിൽ, സ്ഥാപനങ്ങളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അതിൽ ആർക്കെങ്കിലും ജീവനുണ്ടോ, ജീവനുള്ളവർ എത്ര, ജീവനില്ലാത്തവർ എത്ര, ആരായാലും ജീവനുള്ളവരാണെങ്കിൽ അവരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുക. ഇല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി അത് സംസ്കരിക്കുന്ന പ്രക്രിയകളിലേക്ക്, ആശുപത്രികളിലേക്ക് മാറ്റിയതിനു ശേഷം നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോഴിതാ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഈ രാത്രിയിലും സജീവമായി തന്നെ സേന അംഗങ്ങൾ അവിടെ പ്രവർത്തനം നടത്തുന്നു. അവിടെ സന്നദ്ധ സംഘടനകളുടെ വളണ്ടിയർമാരുടെ സേവനം കൂടി അവിടെ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു ദൗത്യം നാളെ വൈകുന്നേരത്തോടുകൂടി പാലം സജ്ജമായി കഴിഞ്ഞാൽ അതിവേഗം തന്നെ ഹിറ്റാച്ചിയും JCBയും ടിപ്പർ ലോറിയും പോലുള്ള ഭാരവാഹനങ്ങൾ കയറ്റി അക്കരെ എത്തി മുണ്ടക്കൈ ഭാഗത്തെത്തി അവിടെ ഈ ചെളി കോരി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. വീടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടതാണ്. ഒരു വ്യക്തിയുടെ 5 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നതിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ വീട് പൊളിക്കാൻ ആദ്യം പിക്കാസും മൺവെട്ടിയും മാത്രമാണ് ഉണ്ടായത്. പിന്നീടാണ് കട്ടർ എത്തിച്ചത്. കാരണം അങ്ങോട്ടേക്കുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. ചെളിയിൽ കാല് പുതഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ സൈന്യവും രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്ന് ഇത്തരത്തിലൊരു പ്രക്രിയ പൂർത്തീകരിക്കുന്നത്. അവർ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാ ദൗത്യമാണ് നടക്കുന്നത്. ഇന്ന് 94 മൃതദേഹമാണ് കണ്ടെത്തിയത്. അതിൽ ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങളുണ്ട്, അല്ലാതെ കണ്ടെത്തിയ മൃതദേഹങ്ങളുണ്ട്. 240 പേരെയാണ് കാണാതായത്. അതിൽ എത്ര പേരുടെ മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ളത് നാളെ മാത്രമാണ് കൃത്യമായ കണക്കുകൾ പുറത്തു വരിക. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിക്കൊണ്ടുള്ള മഴ തുടങ്ങിയിരിക്കുന്നു. മഴ പെയ്യുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഈ ബെയിലി പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മഴയെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഈ രാത്രിയിലും പുരോഗമിക്കുന്നത്. റിയാസ്, നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 8000-ലധികം ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. അവർക്ക് വേണ്ട മരുന്ന്, ഭക്ഷണം, വെള്ളം തുടങ്ങിയ സാമഗ്രികൾ എങ്ങനെയാണ് എത്തിക്കുന്നത്? സംബന്ധിച്ചുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്? എന്തായാലും അവർക്ക് ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം തന്നെ വിവിധ വകുപ്പുകളുടെ സഹായത്തോടുകൂടി ഏകോപിപ്പിക്കുന്നുണ്ട്. ഈ വകുപ്പുകളുടെ സഹായത്തോടുകൂടി ഇത് ഏകോപിപ്പിക്കുമ്പോൾ തന്നെയും ഈ സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും എല്ലാം ഉള്ള ആളുകൾ, അതായത് ഇവിടേക്കുള്ള ഭക്ഷണവും വെള്ളവും എത്തിക്കുന്നുണ്ട്. നേരത്തെ ADGP MR അജിത് കുമാർ വ്യക്തമാക്കിയത് കൂടുതൽ ആളുകളുടെ സഹായം ആവശ്യമാണെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ അത് അഭ്യർത്ഥിക്കും. ആ സമയത്ത് ആളുകൾ എത്തിയാൽ മതി എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആംബുലൻസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൂരൽമല പ്രദേശത്ത് ആംബുലൻസുകളുടെ എണ്ണം പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം
ആംബുലൻസുകൾ ഈ ചൂരൽമലയുടെ റോഡിൽ ഇങ്ങനെ വരിവരിയായി നിർത്തിയിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മറ്റ് രക്ഷാദൗത്യത്തിനെത്തുന്ന മറ്റ് വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് കടന്നെത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതി ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ശരി, റിയാസ് മുണ്ടക്കായി ചൂരൽമല